അക്ബർ സാഹിബിന്റെ വിടവ് നികത്താൻ ഇനി ആരുണ്ട് എന്ന് ഇങ്ങനെ ആലോചിക്കാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തെ ആളുകൾക്കിടയിൽ അതിങ്ങനെ തൊലി ഉരിച്ച് കാണിക്കാവുന്ന പരുവത്തിൽ പിന്നെ തയ്യാറാക്കി വിഭവങ്ങളാക്കി റോസ്റ്റ് ചെയ്യാനുള്ള പരുവത്തിൽ ചേരുവകളാക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഇനി ആരുണ്ട് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ സാബി ഇൻസ്പയേഴ്സ് രംഗപ്രവേശം ചെയ്യുന്നത്. അതിനിടയിൽ അനിൽ മുഹമ്മദ് അക്ബർ സാഹിബിന്റെ റോൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് എന്തൊക്കെ ഇസ്ലാമിനെ പുട്ടിയടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വേറെ ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇസ്ലാമിനെ അറഞ്ചം പുറഞ്ചം പുട്ടിയടിക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള പുട്ടിയടിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാനൊരു ഇസ്ലാമിക പുട്ടി വിദഗ്ധൻ മാത്രമാണ്, സ്പെഷ്യലൈസ്ഡ് ആണ് എന്ന് നാട്ടുകാർ അറിയുന്നത് അനിൽ മുഹമ്മദ് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ അനിൽ മുഹമ്മദ് തൽക്കാലം ആ റോളിലില്ല. പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴാണ് സാബി ഇൻസ്പയേഴ്സ്. അപ്പോൾ സാബി ഇൻസ്പയേഴ്സിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്താ സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം സൈക്കിളിൽ ലോകം ചുറ്റുന്നു. അപ്പോൾ ലോകം ചുറ്റി പലയിടത്തുള്ള പല മുസ്ലിങ്ങളെ കാണുന്നു, പല കൾച്ചറുകൾ കാണുന്നു, ഷിയാക്കളെ കുറിച്ച് മനസ്സിലാക്കുന്നു, ഇസ്ലാമിനകത്തുള്ള അവാന്തര വിഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഇസ്ലാമിൽ നമ്മൾ ഈ കേരളത്തിൽ ഇരുന്ന് പറയുന്ന പോലെ ഒരൊറ്റ മതവും ഒരൊറ്റ സമുദായമൊന്നുമല്ല. ഇത് ചിന്ന ഭിന്നമായി കിടക്കുന്ന നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള, പരസ്പരം കണ്ടാൽ കൊന്നു തീർക്കാവുന്ന തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വളരെ വിശാലമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ സാധ്യതയുള്ള ഒരു വലിയ പറമ്പാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ മലയാളത്തിൽ ഇസ്ലാമിൽ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത ചില ടോപ്പിക്കുകൾ ഞാൻ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയും അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ കുറിച്ച് കൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് സാബി ഇൻസ്പയേഴ്സ് ചെയ്തു തുടങ്ങിയത്. അതിൻ്റെ വരുംവരായികകൾ എന്താണ് എന്ന് മനസ്സിലാകുന്നതിന് മുൻപ് ഏതാണ്ട് അദ്ദേഹം ഇസ്ലാമിനുണ്ടാക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന ഡാമേജ് അദ്ദേഹം ഇസ്ലാമിന് ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സുന്നി ഷിയ തർക്കം. നാട്ടുകാർ അറിയരുതേ എന്ന് വിശ്വാസികൾ വിചാരിച്ചിരുന്ന, കാരണം ലോകത്താകെ ഇസ്ലാം പടർന്നു പന്തലിക്കുകയാണ് എന്ന് പറയുമ്പോഴും ഏത് ഇസ്ലാമാണ് എന്ന് പറയാൻ വലിയ പ്രയാസമാണ്. കാരണം സുന്നിയാണോ ഷിയ ആണോ എന്നൊക്കെ തർക്കമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്ത, സാധാരണ വിശ്വാസികൾക്ക് അധികം അറിയാത്ത കഥകൾ ഇദ്ദേഹം എന്തോ പുതിയ സാധനം ചകഞ്ഞെടുക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ച് ഭയങ്കര സംഭവമാക്കാൻ നോക്കുകയാണ്. അപ്പോൾ സാബി മനസ്സിലാക്കേണ്ട കാര്യം, ഈ കഥകൾ ഇവിടെ വയലു പറയുന്ന മൂല്യന്മാർക്കും ഇവിടെ പ്രബോധനം നടത്തുന്ന ആൾക്കാർക്കും അറിയാത്തതുകൊണ്ടല്ല അവരും ഉണ്ടായിരിക്കുന്നത്. അവർക്ക് അറിയാം ഇത് നാട്ടുകാർ അറിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് വിശ്വാസികൾ അറിയാൻ പാടില്ലാത്ത തെക്കിനി മുറികളാണ് മണിച്ചിത്രത്താഴ് എന്ന ഇസ്ലാമിക കൊട്ടാരത്തിനകത്തെ തെക്കിനി മുറികളായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഗംഗ സൂത്രത്തിൽ പോയി തുറന്നതുപോലെ സാബി തുറന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാഗവല്ലി പുറത്ത് ചാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ മറ്റൊരു എന്താ പറയുക, വല്ലാത്തൊരു ഊരാക്കുടുക്കിലാണ് സാബി ഇപ്പോൾ കൊണ്ട് വിശ്വാസി സമൂഹത്തെ ചെന്നെത്തിച്ചിരിക്കുന്നത്. സലഫികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കരുതേ എന്നും വിചാരിച്ചിരുന്ന സലഫികളുടെ വായിൽ കോലിട്ട് കുത്തുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സലഫികളെ പറഞ്ഞാൽ പിന്നെ എന്ത് നബി, എന്ത് നബിൻ്റെ കുടുംബം, എന്ത് നബിൻ്റെ വാപ്പ, എന്ത് നബിൻ്റെ ഉമ്മ. വഹാബികളെ പറഞ്ഞാൽ പിന്നെ വഹാബികൾക്ക് കണ്ണും മൂക്കും നോക്കാനില്ല, അവർ മറുപടി പറയും. അപ്പോൾ അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ അവർ കാഫിറാണോ മുസ്ലിമാണോ? മുഹമ്മദ് നബിയുടെ മാതാപിതാക്കളെ അള്ളാഹു ശിക്ഷിക്കുമോ, നരകത്തിലിടുമോ? മുഹമ്മദ് നബിക്ക് മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തടസ്സമുണ്ടായിരുന്നോ? അതിന്റെ കാരണം എന്തായിരുന്നു? മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന, അബൂ ഹുറൈറയുടെ പേര് കേൾക്കുമ്പോൾ പോലും റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന, അതല്ലെങ്കിൽ നമ്മുടെ യസീദിന്റെ പേര് കേൾക്കുമ്പോൾ പോലും റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലണോ ചെല്ലണ്ടേ എന്ന അഭിപ്രായം വ്യത്യാസമുള്ള, മുആവിയയുടെ പേര് കേൾക്കുമ്പോൾ എന്തായാലും റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടുന്ന, ആരാ മുആവിയ ആരാ യസീദ് എന്നൊക്കെ മനസ്സിലാക്കിയാലാണ് ഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ കനം എന്നൊക്കെ മനസ്സിലാവുക. അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ അതിൻ്റെ പ്രവാചകന്റെ മാതാപിതാക്കളെ എങ്ങനെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ളതെന്നും മുഹമ്മദ് മാതാപിതാക്കളോടുള്ള മുഹമ്മദിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നും ഇസ്ലാമിൻ്റെ അതുവഴി മനുഷ്യരോടുള്ള പൊതുവിലുള്ള സമീപനം എന്താണ് എന്നും സ്വന്തം മാതാപിതാക്കളുടെ കാലടിപ്പാറിലാണ് സ്വർഗം അല്ലെങ്കിൽ മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറയുന്ന ഇസ്ലാം മുഹമ്മദ് നബിയുടെ മാതാവിനെ എങ്ങനെയാണ് കാണുന്നത് എന്നും വിശ്വാസികൾക്ക് പൊതുവെ അറിയാത്തതും പല ആളുകളും ആമിന ബീവിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരും ആണ്. അപ്പോൾ സുന്നികളായിട്ടുള്ള ആൾക്കാർ ഒരു ചെറിയ റളിയല്ലാഹു അൻഹു അല്ലേ ചെലിക്കോട്ടെ എന്ന് വിചാരിച്ച് മൂല്യന്മാരും മിണ്ടൂല. സലഫികൾ ഇത് കാണുന്നുണ്ട്. സുന്നികൾ ആമിന ബീവി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നത് സലഫികളും കാണുന്നുണ്ട്. പക്ഷെ അവരെന്ത് മിണ്ടണ്ട, പ്രശ്നമാക്കണ്ട, നമ്മളതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അലമ്പാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ മിണ്ടാതിരുന്നത്. പക്ഷെ നമ്മളെ സാബി സമ്മതിക്കൂല. സാബി ഇങ്ങനെ യാത്ര ചെയ്ത് ബഹ്റൈനിലോ എവിടെയോ പോയി അവിടുന്ന് ഒരു മൂല്യരെ കണ്ടുപിടിച്ച് മൂല്യർക്ക് ഷിയാക്കളെ കുറിച്ചും ഒക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഥകൾ ആരും പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാബി. ആ വഴി പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മുഹമ്മദ് നബിയുടെ വാപ്പയും ഉമ്മയും നരകത്തിൽ കിടക്കുന്ന കാഫിറുകളാണോ വിശ്വാസികളാണ് ഉത്തരം തേടേണ്ടത് മൂല്യന്മാരുടെ അടുത്ത് നിന്ന്. അപ്പോൾ നാം ആ വിഷയത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞു വന്നത് എം അക്ബർ സാഹിബിന് ശേഷം ഇസ്ലാമിൻ്റെ അടിവേര് മാന്തുന്ന പണി ചെയ്യുന്നത് ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഇതാ ഉത്തരം എത്തിയിരിക്കുന്നു. അത് നമ്മുടെ സാബി ഇൻസ്പയേഴ്സ് ആയിരിക്കും. അദ്ദേഹത്തിന് ആ പ്രവർത്തനം ചെയ്യാനുള്ള ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശംസിക്കുക. അദ്ദേഹത്തിന് ആഫിയത്ത് ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.
എന്തായാലും നമുക്ക് നമ്മളെ പണിയിലേക്ക് കിടക്കാം. ആരും തന്നെ ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിലുള്ള 3 വിഷയങ്ങൾ ഓൾറെഡി കൈകാര്യം ചെയ്തു. അതായത് ഷിയാക്കളുമായി ബന്ധപ്പെട്ടിട്ടും സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം, ഇസ്ലാമിനകത്ത് നടന്നതും, അങ്ങനെ അതായത് ആഗോളതലത്തിൽ തന്നെ ചർച്ചപ്പെടുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഇത് ആരും മലയാളത്തിൽ കൂടുതൽ ചെയ്തിട്ടില്ല. സാബിയോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, മലയാളത്തിൽ ഇത് അധികം ആരും ചെയ്യാത്തത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തോണ്ടോ ഇതെന്താന്ന് മനസ്സിലാവാത്തോണ്ടോ അല്ല, അത് ചെയ്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുള്ളത് കൊണ്ടും ഈ ഖദർ കള ചർച്ച ചെയ്യരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതുപോലെ നബി പറയാത്ത ചില കാര്യങ്ങൾ മൂല്യന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ലാത്ത, തുറക്കാൻ പാടില്ലാത്ത ചില മുറികൾ. അതിൽപ്പെട്ടതാണ് ഈ സംഭവം എന്നതുകൊണ്ടാണ് സാബി ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് എന്ന് സാബി ഇനിയെങ്കിലും മനസ്സിലാക്കാം. ഏതെങ്കിലും വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് മൂല്യന്മാരോടൊക്കെ ചോദിച്ച് അതിന്റെ കണ്ടന്റ് മുസ്ലിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അത് സ്വാധീനം ചെലുത്താൻ പോകുന്നത്, അതിന് പ്രശ്നമുണ്ടോ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്താൽ നാട്ടുകാർ അറിഞ്ഞാൽ കുഴപ്പമുള്ള കേസാണോ എന്നൊക്കെ ഒന്ന് ഉസ്താദ്മാരോട് ചോദിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത് ഇതിന്റെ പുറകെ ഓടിയെത്തൂല. കാരണം ഇപ്പം നിങ്ങൾ പറയാൻ പോകുന്ന ഈ ഒരു 15 മിനിറ്റ് വീഡിയോയിൽ പോലും ഒരു 3-4 വീഡിയോ പറയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആമിന അബ്ദുള്ള സ്വർഗത്തിലാണോ നരകത്തിലാണോ കാഫിറാണോ മുഷ്രിക്കാണോ എന്ന് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് സാബി ഇത് നാട്ടുകാർക്ക് അറിയാത്തതുകൊണ്ടല്ല, മലയാളത്തിൽ കണ്ടന്റ് ഇല്ലാത്തത്, ആളുകൾക്ക് ഇത് അറിയാം, ഇത് പറഞ്ഞ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഉസ്താദ് ഒന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻഷാ അല്ലാഹ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും പോരാതെ ഇനി നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാരണം നിങ്ങൾ പറയുന്നത് മാത്രം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആളുകളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്താൽ പോലും നമ്മളെ പണി കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാബി ഇത് തന്നെ ചെയ്യാനാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ആമിന ബീവി. അപ്പൊ ആമിന ബീവിയെ പറ്റിയിട്ട് കൂടുതൽ അറിവുകളൊന്നും ഇല്ല. ആമിന ബീവിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1-ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കും നബിയുടെ ഉമ്മ ആമിന ബീവി. അറിയാലോ എല്ലാവർക്കും, അത്ര മതിയല്ലോ. നബിന്റെ ഉമ്മാന്റെ പേരെന്താ? ആമിന ബീവി. നബിന്റെ അപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. കഴിഞ്ഞു. ഇസ്ലാമിലെ അബ്ദുള്ളയ്ക്കും ആമിനക്കുള്ള സ്ഥാനം അത്രേ ഉള്ളൂ അല്ലെ? അതിൽ കൂടുതൽ പിന്നെ എന്തെന്ന് അറിയാനാണ് സാബിയെ? എന്തിനാണ് ഈ ചോദ്യം അന്വേഷിക്കണത്? എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അത് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ആമിന ബീവി, നബി തങ്ങളുടെ മാതാവായ ആമിന ബീവി മുസ്ലിം ആണോ അല്ലേ? അതുപോലെ ആമിന ബീവി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹാ എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ? എന്ത് ചോദ്യമാണ് ഇതൊക്കെ? ഒന്നാമത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ സാബിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഉസ്താദിനോട് നേരിട്ട് ഒന്ന് രഹസ്യമായിട്ട് ചോദിച്ചൂടെ? അല്ല നമ്മളിങ്ങനെ ആമിന ബീവി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു പറയണോ ഒരു മുസ്ലിം ആണോ? വാസ്തവത്തിൽ മുഹമ്മദ് നബിന്റെ കുടുംബത്തിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഹമ്മദ് നബിന്റെ കുടുംബത്തിൽ ഏറെക്കുറെ എല്ലാവരും ഇസ്ലാം ദീനിന് പുറത്താണ്. ഒരു അബ്ബാസ് ഒഴികെ ബാക്കി ആരും കാര്യമായിട്ട് വന്നിട്ടില്ല. അബ്ദുൽ മുത്തലിബ് വന്നില്ല, അബൂ താലിബ് വന്നില്ല, അബ്ദുള്ള വന്നില്ല, ആമിന വന്നില്ല, ആരും വന്നില്ല. പിന്നെ അബ്ദുള്ള ആമിന അവിടെ നിൽക്കട്ടെ, പിന്നെ മുഹമ്മദ് നബിന്റെ മുമ്പാണല്ലോ. പക്ഷെ അവർ മുസ്ലിം ആണോ എന്ന് സാബി ചോദിക്കുന്നതിൽ വേറെ ഒരു കുരുക്കുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറയുന്നതിന് മുഹമ്മദ് നബിന്റെ അത്ര ചരിത്രമുള്ളൂ, നമ്മളൊക്കെ മനസ്സിലാക്കുന്ന അത്രേ ഉള്ളൂ. അതിന് മുൻപ് ഇസ്ലാം ഉണ്ട്. ഇബ്രാഹിം നബിയുടെ സമൂഹമാണ്, ഇബ്രാഹിം നബിയുടെ മതമാണ്, ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ്. ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിലേക്ക് ഷിർക്ക് പിന്നീട് കടന്നുകൂടിയതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വാസത്തിൽ നിഷ്കർഷയില്ലാത്ത ഒരു ആമിന അബ്ദുള്ള ദമ്പതികൾക്കാണ് മുഹമ്മദ് നബി എന്ന മകനെ അല്ലെങ്കിൽ പ്രവാചകനെ അള്ളാഹു ജന്മം കൊടുക്കുന്നത് എങ്കിൽ അതൊക്കെ അള്ളാഹിന്റെ ഗതികേട് എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. സാബിക്ക് ഇപ്പോൾ അറിഞ്ഞാലേ പറ്റുള്ളൂ. റളിയല്ലാഹു അൻഹ. അപ്പൊ ഉസ്താദിന് ആമിന ബീവി എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് ചൊല്ലണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഉസ്താദ് റളിയല്ലാഹു അൻഹ എന്ന് ചൊല്ലി അപ്പൊ തന്നെ സാബി ഏറ്റു ചൊല്ലി. സാധാരണഗതിയിൽ നമ്മൾ ഈ പറയപ്പെടുന്ന റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം ഇതൊക്കെ ചൊല്ലുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ പറയണം. ഒരാൾ പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പുറത്തിരിക്കുന്ന ആളത് പറയണം. നേരത്തെ സാബി ആമിന ബീവി എന്ന് പറയുമ്പോൾ അവിടെ ഉസ്താദ് മുണ്ടാണ്ടിരിക്കുകയാണ്. ആമിന ബീവി എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹു എന്ന് പറയണോ എന്ന് സാബി ചോദിക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഉസ്താദ് ആ ഒരു ഒരു ജിജ്ഞാസ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആ ഒരു സസ്പെൻസ് കളയാതെ ചോദ്യം മുഴുവനായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് ആമിന റളിയല്ലാഹു അൻഹ. ബീവി ആമിന റളിയല്ലാഹു അൻഹയുടെ മരണരംഗം വല്ലാത്ത ഒരു അത്ഭുതമാണ്. അതുപോലെ അവരുടെ കല്യാണ രംഗം. അതെ, ആമിന ബീവിയുടെ മരണം അത് നമ്മൾ ഇതിനിടയിൽ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കല്യാണം, ആമിന ബീവി അബ്ദുള്ള കല്യാണം, ഇവർ ഈ വിഷയം പറയുന്നതിൻ്റെ ഇടയിൽ ഒരാവശ്യമില്ലാതെ ഈ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആമിന ബീവി അബ്ദുള്ളനെ കല്യാണം കഴിക്കുന്നത്, എത്ര മാസം കൂടെ താമസിക്കുന്നത്, എത്ര ദിവസം എവിടെയാണ് താമസിച്ചത്, എപ്പോഴാണ് മരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അബ്ദുള്ള ആമിനാനെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് വഴിയിൽ നിന്ന് വേറൊരു സ്ത്രീ അബ്ദുള്ളനെ അപ്രോച്ച് ചെയ്യുന്ന, അങ്ങനെ വളക്കാൻ ശ്രമിക്കുന്ന രംഗം ഇദ്ദേഹം വേറെ പറയുന്നുണ്ട്. ഇതൊക്കെ കൂടെ എന്തിനാണ് മാതാപിതാക്കൾ മുസ്ലിം ആണോ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പറഞ്ഞു വെച്ച സ്ഥിതിക്ക് അത് വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ സംശയം ചോദിക്കാണ്ട് അത് സാബിനോട് ചോദിക്കാം. സാബി ഉസ്താദിനെ ഇനിയും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കോളിലൊക്കെ ചോദിച്ചിട്ട് മറുപടി തന്നാലും മതി. ഈ മുഹമ്മദ് നബിയുടെ മാതാപിതാക്കളായിട്ടുള്ള അബ്ദുള്ള ആമിന അവരുടെ കല്യാണം, അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, പിന്നെ വിശ്വാസികൾക്കിടയിൽ പോലും ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന
മുഹമ്മദ് നബിയുടെ ജനനം ഏത് വർഷത്തിലാണ് എന്ന് പോലും കണിശമായിട്ടൊരു കണക്ക് പറയാൻ പറ്റാത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി വെക്കേണ്ടുന്ന, കൃത്രിമമായ അഭിപ്രായ വ്യത്യാസം സൃഷ്ടിച്ചെടുക്കേണ്ടുന്ന ഗതികേടിലേക്ക് എത്തിയ സംഭവമൊക്കെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നമുക്ക് വേറൊരു വിഷയത്തിൽ വേറൊരു ദിവസം വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും നമുക്കിപ്പോ ഈ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഖുറൈശി ഗോത്രത്തിലെ സുഹരി വംശജരാണ് ആര്? ബീവി ആമിന റളിയല്ലാഹു അൻഹ. അപ്പൊ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ഈ ചെറിയ ചെറിയ ഭാഗങ്ങൾ കേൾപ്പിക്കുന്നത് ഇതിൽ ഇദ്ദേഹം ആമിന ബീബി റളിയല്ലാഹു അൻഹ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ, നിന്നെ ഗർഭം ധരിച്ചപ്പോ ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ ശരിയാണെങ്കിൽ നീ തീർച്ചയായും നിന്റെ ആളുകളിലേക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ തന്നെയായിരിക്കും. എങ്ങനെ? ദീന അബീകൽ ബദരി അബ്രഹാമി, നിന്റെ പിതാവായ ഗുണം ചെയ്യുന്ന ഇബ്രാഹിമിന്റെ മതം തന്നെ നീ തീർച്ചയായും പ്രചരിപ്പിക്കുമെന്ന് സ്വന്തം മാതാവ് ആ മകനോട് പറഞ്ഞ രംഗം ചരിത്രത്തിൽ വളരെ ശ്രദ്ധയോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സന്ദർഭം ഇദ്ദേഹം പറയുന്നത് ആമിന ബീവിയുടെ മരണസമയവുമായി ബന്ധപ്പെട്ട് മുഹമ്മദും അവരുടെ മുഹമ്മദ് നബിയുടെ പിതാവിന്റെ ഒരു പരിചാരികയായിട്ടുള്ള ഒരു സ്ത്രീയും ഒരുമിച്ചുള്ള യാത്രക്കിടയിൽ ആമിന ബീവി അസുഖബാധിതയാവുന്നതും മരണസമയത്ത് മകനോട് കുറച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും വസിയത്ത് നൽകുന്നതൊക്കെ വിശദീകരിക്കുന്നിടത്താണ് ഇവരിത് പറയുന്നത്. ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ നീ നിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണെന്ന്. അതായത് മുഹമ്മദ് നബിക്ക് നുബുവത്ത് കിട്ടുന്ന എത്രാമത്തെ വയസ്സിലാണ്? 40-ാമത്തെ വയസ്സിൽ. മുഹമ്മദ് നബിയുടെ പിതാവ് മരിക്കുന്നത് മുഹമ്മദ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് 6-ാമത്തെ വയസ്സിൽ ആമിന മരിക്കുന്നതിന് മുൻപ് തന്നെ മുഹമ്മദ് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണ് എന്ന് കൺഫർമേഷൻ ആമിനക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള കഥകളാണ്. മുഹമ്മദ് നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കുറെ അത്ഭുത കഥകൾ പാടി പറയാറുണ്ട്, നമ്മുടെ വിശ്വാസികൾക്കിടയിലുണ്ട്. മുഹമ്മദ് നബിയുടെ ജന്മത്തിന്റെ അടയാളമായിട്ട് ലോകത്ത് പലയിടത്തും സംഭവിച്ച കുറെ കാര്യങ്ങൾ എന്ന രീതിയിൽ കുറെ മൗലിദുകളുണ്ട്. അപ്പൊ ആ മൗലിദുകളുടെ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ആമിന ബീവി സ്വപ്നത്തിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കാണുമായിരുന്നു. അള്ളാഹുവിനെ അറിയാം, ആമിന ബീവിക്ക് പ്രവാചകന്മാരെ കുറിച്ച് അറിയാം, മാലാകമാരെ കുറിച്ചൊക്കെ അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും അള്ളാഹുവിനെ അനുസരിക്കാത്ത ആളായിരുന്നോ ആമിന എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കും. ഇനി ഈ ആമിന പറയുന്ന ഈ കഥകളൊക്കെ ശരിയാണെങ്കിൽ ആമിന ബീവി പറയാണ്, ഞാൻ സ്വപ്നം കണ്ടത്, എന്നെ ദൈവം സ്വപ്നം കാണിച്ചത് ശരിയാണെങ്കിൽ നീ നമ്മുടെ സമൂഹത്തിലേക്കുള്ള ഒരു ദൈവദൂതൻ തന്നെ ആയിരിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ടും കൂടിയും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. എന്തായാലും ആമിന, അള്ളാഹു, മുഹമ്മദ്, പ്രവാചകത്വം, ഇസ്ലാം എന്ന അർത്ഥത്തിൽ ആമിനയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ കഥ വെച്ചിട്ട് ആമിനയെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെറുതെ ഓർത്തു വെക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. ഇത് അപ്പൊ തന്നെ ആമിന ബീവിക്ക് അറിയായിരുന്നു ഇബ്രാഹിം നബിയുടെ മതത്തിൽ വരുമെന്ന്. ഓരോ മാസത്തിലും പല പല പ്രവാചകന്മാരെയും സ്വപ്നം കാണുന്നുണ്ട്, മാലാഖമാരെ സ്വപ്നം കാണുന്നുണ്ട്, ഗർഭം ധരിച്ചപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നുണ്ട്. ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൂടെയൊക്കെ ബീവി ആമിന റളിയല്ലാഹു അൻഹ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മരിക്കാൻ പോവുകയാണെന്ന് കണ്ടപ്പോൾ മകന്റെ തലയിൽ കൈവച്ചുകൊണ്ട് കൊടുക്കുന്ന ഉപദേശമാണിത്. ഓക്കെ, അപ്പൊ എന്താണ് മുഹമ്മദിന്റെ നുബുവത്ത് മുഹമ്മദിന് മുൻപേ തിരിച്ചറിഞ്ഞ, മക്കക്കാരായിട്ടുള്ള മറ്റു മനുഷ്യർക്കൊക്കെ മുൻപേ തിരിച്ചറിഞ്ഞ, പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ്, ജിബ്രീൽ മുഹമ്മദിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് മുഹമ്മദ് പ്രവാചകനാണ് എന്ന് തിരിച്ചറിഞ്ഞ ആമിന ബീവി, അതിൽ സന്തോഷിച്ച ആമിന ബീവി, അള്ളാഹുവിന്റെ പ്രവാചകനായിട്ട് തന്റെ മകൻ വളർന്നു വലുതായി തന്റെ ജനതയുടെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്ന ദൈവം നിയോഗിക്കുന്ന പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ട ആമിന ബീവി, ആ ആമിന ബീവി മുസ്ലിമാണോ അല്ലയോ, റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ, മുശ്രിക്കാണോ കാഫിറാണോ, നരകത്തിലാണോ സ്വർഗത്തിലാണോ, ഇതാണ് ചർച്ച. നമുക്ക് മുന്നോട്ട് പോവാം. എനിക്കിപ്പോ സ്ട്രൈക്ക് ചെയ്തത്, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് പ്രവാചകത്വം 40-ാം വയസ്സിൽ, അത് നബിക്ക് പോലും അറിയുന്നതിന് മുമ്പ് മാതാവ് ആമിന ബീവിക്ക് 6-ാം വയസ്സിൽ അറിഞ്ഞിരുന്നു. മാഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഈ റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹ എന്ന് നമ്മൾ പറയുന്നതും. ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഈ കഥകളൊക്കെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവാചകന്റെ ജന്മത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ഓക്കെ, വേറെ ചില പ്രത്യേകതകളുണ്ട്, അത് നമ്മൾ വേറെ ഒരു സമയത്ത് പറയാം. അപ്പൊ ഇത്തരം കഥകൾ നിലനിൽക്കുകയും ആമിന ബീവി മുശ്രിക്കാണ്, കാഫിറാണ്, നരകത്തിലാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരു ആത്മസംഘർഷം മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകിലും ആമിന ബീവി ജിബ്രീലിനെ കാണുന്നു, ഇബ്രാഹിം നബീനെ സ്വപ്നം കാണിക്കുന്നു, പ്രവാചകന്മാരെ സ്വപ്നം കാണിക്കുന്നു, മാലാഖമാരെ അടുത്ത് വരുന്നു, ഈ പ്രവാചകത്വത്തെ കുറിച്ചുള്ള ചില സൂചനകൾ കൊടുക്കുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ആമിന ബീവി മുശ്രിക്കാണ് എന്നതിനോട് ചേർത്ത് പറയുമ്പോൾ, അല്ലെങ്കിൽ കാഫിറാണ്, നരകത്തിലാണ് എന്ന് ചേർത്ത് പറയുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ആമിന ബീവി എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലേണ്ടത് എന്ന് ഉസ്താദ് പറയുന്നതിൽ അതിന്റെ ഒരു ധ്വനി നിങ്ങൾക്ക് കാണാം. മാത്രമല്ല ആമിന ബീവി മുസ്ലിമാണോ അല്ലേ, ഇത് മുസ്ലിം ലോകത്ത് ഒരു തർക്കമുള്ള വിഷയമാണ്. സുന്നികളും മുജാഹിദുകളും അല്ലെങ്കിൽ വഹാബി ചിന്താഗതിക്കാരും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ വിഷയമാണ്, ഒരു ആഗോള മുസ്ലിമുകൾക്കിടയിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആമിന ബീവി മുസ്ലിമാണോ അല്ലേ എന്ന വിഷയത്തിൽ വലിയ തർക്കം നടക്കുന്നുണ്ടെന്നാണ്. മുഹമ്മദ് നബി ജനിച്ച ദിവസത്തിൽ തർക്കം, മാസത്തിൽ തർക്കം, കൊല്ലത്തിൽ തർക്കം, അബ്ദുള്ള മരിച്ച വർഷത്തിൽ തർക്കം, കല്യാണം നടന്ന സമയത്ത് തർക്കം, ഒരേ ദിവസം വിവാഹം കഴിച്ച വാപ്പയും മകനും
അവർ തമ്മിൽ ഒരേ വീട്ടിൽ നിന്ന് ഒരേ ദിവസം കല്യാണം കഴിച്ചതിന് ശേഷം അബ്ദുള്ള മരിക്കുന്നത് 3 മാസത്തിനകത്താണ് എന്ന് ഉസ്താദ് ഇതേ വീഡിയോയിൽ പറയുന്ന ആ വിഷയത്തിൽ, അതിനുശേഷം പിതാവിന്, അതായത് അബ്ദുൽ മുത്തലിബിന് മകൻ ജനിച്ചതിന് ശേഷം പിന്നെയും 1-2 വർഷം കഴിഞ്ഞിട്ട് അബ്ദുള്ള ജനിച്ചു എന്ന കണക്ക്, 3 വർഷത്തെ ഗ്യാപ്പ് അത് 2 വർഷമാക്കി ചുരുക്കാൻ, ഓരോരോ വർഷമാക്കി ചുരുക്കാൻ, പരമാവധി ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമിൽ 4 വർഷം വരെ ആവാം എന്നുള്ള കണക്ക്, വല്ലാത്ത കുലുമാലാണ് ഈ സാധനം. അപ്പൊ പറഞ്ഞു വന്നത് എല്ലാത്തിലും തർക്കമാണ്. ഇപ്പൊ നബിന്റെ ഉമ്മ മുസ്ലിമാണോ മുശ്രിക്കാണോ അല്ലെങ്കിൽ കാഫിറാണോ? പോട്ടെ, മുസ്ലിമാണോ അല്ലേ? ഇത് ഇവർക്ക് അറിയില്ല കൂട്ടരെ. എന്നിട്ട് ഇവർ തർക്കിക്കുകയാണോ പോലും? എന്ത് മുജാഹിദ്, ജമാഅത്ത്, സുന്നികൾക്കിടയിൽ ഒക്കെ വലിയ തർക്കം നടക്കും. എന്തിന്? മുഹമ്മദ് നബി 13 കൊല്ലം മക്കയിലും പിന്നെ 10 കൊല്ലം മദീനയിലും ജീവിച്ച്, മുഹമ്മദ് നബി ജനിച്ച നാടും മുഹമ്മദ് നബിന്റെ വാപ്പയും ഉമ്മി ജീവിച്ച നാടും അവരുടെ തറവാടൊക്കെ ഉള്ളിടത്ത് മുഹമ്മദ് നബി ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മ മുസ്ലിമാണോ വാപ്പ മുസ്ലിമാണോ എന്ന്. എന്തുകൊണ്ടാണ് ഇവർക്ക് തർക്കിക്കേണ്ടി വരുന്നത്? തർക്കിക്കേണ്ടി വരുന്നത് ഇവരെ കൂടി കണക്ട് ചെയ്തിട്ട് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള കഥകളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. സ്വാഭാവികമായും ആമിന ബീവി റളിയല്ലാഹു അൻഹ മുസ്ലിം ആണെന്ന് വാദിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലുള്ള ആളുകൾ സ്വാഭാവികമായും ഇതിൽ പറയുന്ന ആമിന ബീവിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം ചോദിച്ചു. അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരാളുടെ ഖബർ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യുമോ എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വാദം. അപ്പൊ ഇവരുടെ തെളിവ് ഇതാണ്. ആമിന ബീവി മുസ്ലിമാണ് എന്ന് വിശ്വസിക്കാനും റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സ്വപ്നമൊക്കെ കാണിച്ചിരുന്നു, ജിബ്രീലിനെ കാണിച്ചിരുന്നു, പ്രവാചകത്വം മുൻപേ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, മുഹമ്മദ് നബി അള്ളാഹുവിനോട് മാതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അനുവാദം ചോദിച്ചപ്പോൾ അള്ളാഹ് അനുവാദം കൊടുത്തിരുന്നു എന്നും. ഈ 2 തെളിവുകൾ വെച്ചിട്ടാണ് ഇവര്, അതായത് ആമിന ബീവി മുസ്ലിമാണ് എന്ന് വാദിക്കുന്നവർ വാദിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ചുകൊണ്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അടിപൊളി. മുഹമ്മദ് നബിയുടെ സുന്നത്ത് കല്യാണം നടന്നതുപോലെ ആമിന ബീവി മരണപ്പെട്ടതിന് ശേഷം ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഹജ്ജാദി മുഹമ്മദ് നബി സുന്നത്ത് കല്യാണം കഴിച്ചത് അറിയില്ലേ? മുഹമ്മദ് നബി ജനിച്ചപ്പോൾ തന്നെ സുന്നത്ത് കല്യാണം കഴിക്കപ്പെട്ട നിലയിലായിരുന്നു. അതായത് മുഹമ്മദ് നബിയുടെ സുന്നത്ത് കല്യാണം കഴിക്കാനും മാത്രം ധൈര്യമുള്ള ഒസാമാര് ലോകത്തുണ്ടാവില്ല എന്ന് അറിയാവുന്ന അള്ളാഹു ആ കാര്യം നേരത്തെ കൂട്ടി ചെയ്ത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. നമ്മൾ ആലോചിച്ചൊക്കെ, മുഹമ്മദ് നബിയുടെ വിയർപ്പ്, മുഹമ്മദ് നബിന്റെ മുടി, മുഹമ്മദ് നബിയുടെ മലം, മൂത്രം, ഇതിനെയൊക്കെ വലിയ പിന്നെ ഇതോടുകൂടി ഭക്തിയോട് കൂടി കണ്ടിരുന്ന, അതൊന്ന് കാണാനും തൊടാനും ആഗ്രഹിച്ച് നടന്നിരുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് ഈ നൂറ്റാണ്ടിൽ പോലും ആ മുടിയാണ് എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു മുടിക്കെട്ട് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂടുന്ന വിശ്വാസികളുള്ള നാട്ടിൽ മുഹമ്മദ് നബി ചേലാകർമ്മം ചെയ്യാതെ ജനിക്കപ്പെടുകയും മുഹമ്മദ് നബിയുടെ ചേലാകർമ്മം സുന്നത്ത് കല്യാണം ഒരു ചടങ്ങായിട്ട് അവിടെ 40-ാം വയസ്സിലെ നുബുവത്തിന്റെ കാലത്ത് നടത്തപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ ആ അറേബ്യൻ നാട്ടിലെ അന്നത്തെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അതുകൊണ്ട് അത് വളരെ തന്ത്രപൂർവ്വം നടത്തിയെടുത്ത അള്ളാഹു അതിന് സമാനമായ രീതിയിൽ മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയ ആമിന ബീവിനെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി, മുസ്ലിമാക്കാൻ വേണ്ടി ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി വീണ്ടും ഖബറിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന അഖീദ. നല്ല അഖീദ. കാരണം എങ്ങനെയെങ്കിലും ആമിന ബീവി മുസ്ലിം അല്ലെങ്കിൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദാവ് ഒരു വികാര നിർഭരമായ ഒരു പല രംഗങ്ങളും സമ്മാനിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അള്ളാഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ. എന്തായാലും ആമിന ബീവിയും അബ്ദുള്ളയും മുഹമ്മദ് നബി ഒക്കെ ഉള്ള സ്വർഗത്തിൽ എത്തണം എന്നാണ് ഉസ്താദിന്റെ ആഗ്രഹം. ഉസ്താദ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ സാബിക്ക് മറിച്ചൊരാഗ്രഹം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അവിടെ സാബിയും കട്ട ആമീൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് നബിന്റെ മാതാവിന്റെ കേസ് ഏകദേശം തീരുമാനമായി, മുസ്ലിമാണ്, റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം, സ്വർഗത്തിലെ നാളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന ആഗ്രഹം, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. ഇനി അബ്ദുള്ളയെ സംബന്ധിക്കുന്ന ഒരു ഭാഗം പറയുന്നു. ആ ഭാഗം ഒന്ന് കേൾക്കാം. ഈ അബ്ദുള്ളയെ സ്ത്രീകൾ ഇങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട് അങ്ങനെ അത് മിനയിൽ പോയി ജംറയിൽ എറിഞ്ഞു വരുന്ന സമയത്ത് വറഖത്ത് ബിൻ നൗഫലിന്റെ പെങ്ങളായ ഫാത്തിമ അബ്ദുള്ള റളിയല്ലാഹുവിനെ കണ്ടുമുട്ടിയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അമ്മൽ ഹറാമു ഫൽ മമാതു ദൂനഹു എന്ന് തുടങ്ങുന്ന ചില കവിതകൾ ചൊല്ലിക്കൊണ്ട് അബ്ദുള്ള റളിയല്ലാഹുവിന് ഒരിക്കലും ഹറാമിന് തയ്യാറാകാത്തരങ്ങണ്ട്. പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ തോറയിലും അതൊക്കെ വേറെ കുറെ കാര്യങ്ങളാണ്. ഇതിനിടയിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ആ ഭാഗം ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. പെട്ടെന്ന് മറുപടി പറയണം. അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിന്റെ മീൻസ് മുഹമ്മദ് നബിയുടെ പിതാവ്, മാതാവിന്റെ കേസ് പറഞ്ഞു. പിതാവിന്റെ കേസ് പറയുന്നിടത്ത് കുറെ കഥകളൊക്കെ ഉണ്ട്. ഇത് കല്യാണത്തിന് ഒരുങ്ങിപ്പോകുന്ന സമയത്താണ് വറക്കയുടെ മകളോ പെങ്ങളോ വിളിക്കുന്ന രംഗമൊക്കെ. അതൊക്കെ വളരെ വിശദമായിട്ടും രസകരമായിട്ടും ചരിത്ര പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മുഹമ്മദിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും ഒരുമിച്ച് പോയിട്ട് കല്യാണം കഴിക്കുന്ന സമയമൊക്കെ പറയുന്നിടത്ത് നമുക്കത് വിശദമായിട്ട് പറയാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇവിടെ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട്
അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് ഉസ്താദ് പറയുന്നുണ്ട്. അത് കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം ഒന്നുകൂടി കൽപ്പിച്ചുതരാം. അള്ളാഹുവിനെ കണ്ടുമുട്ടിയിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അമ്മൽ ഹറാമു ഫൽ മമാതു ദൂനഹു എന്ന് തുടങ്ങുന്ന ചില കവിതകൾ ചൊല്ലിക്കൊണ്ട് അബ്ദുള്ള റളിയല്ലാഹുവിന് ഒരിക്കലും ഹറാമിന് തയ്യാറാകാത്തരം കണ്ട് പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ തോറയിലും. അപ്പൊ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുള്ള മുസ്ലിമാണ്, യാതൊരു സംശയമില്ല. അപ്പൊ എന്തൊക്കെയാണ്? മുഹമ്മദ് നബിന്റെ അമ്മ മുസ്ലിമാണ്, ബാപ്പ മുസ്ലിമാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ കൂടെ മുത്തനബീന്റെ കൂടെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്നാണ് ഉസ്താദിന്റെ പ്രാർത്ഥന. ഇങ്ങനെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇവരൊക്കെ മുസ്ലിം അല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് വഹാബികളാണ്, ജമാഅത്ത് സലഫികളാണ് എന്നൊരു ആക്ഷേപം നേരത്തെ ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വഹാബികളെ പറഞ്ഞോടുകൂടി റഫീഖ് സലഫിക്ക് ആകെ ഹൽക്കുൽ തൈ. അദ്ദേഹം അപ്പം തന്നെ മറുപടി കൊടുക്കണം എന്ന് തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ മുക്കിലും മൂലയിലും പൂട്ടിയിട്ട ആരും തുറക്കാത്ത മുറികളുടെ വാതിലുകൾ സലഫികൾ അങ്ങനെ തുറക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ല. ഞങ്ങളെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിന് ഞാൻ ഉത്തരവാദിയല്ല, സാബിയുടെ കൂടെ ഇരിക്കുന്ന ഉസ്താദാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ സാബിയാണ് ഉത്തരവാദി എന്ന ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഈ ചെയ്യുന്നത് സലഫികളെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇനി ഉണ്ടായിരിക്കാൻ പറ്റൂല എന്നൊരു നിർബന്ധിതാവസ്ഥയിൽ മറുപടി പറയുകയാണ്. കൂട്ടരെ, നിങ്ങൾ എന്നോടൊന്നും തോന്നരുത്, മാമനോടൊന്നും തോന്നരുതേ എന്ന അപേക്ഷയോടുകൂടിയാണ് റഫീഖ് സലഫി മറുപടിയിലേക്ക് വരുന്നത്. ഈ ഉസ്താദ് പറഞ്ഞ വാദങ്ങളെ മറുപടി പറയാൻ വേണ്ടി നമ്മളെ കൂടെ വരുന്നത് റഫീഖ് സലഫിയാണ്. നമ്മളായിട്ട് ഇതിനൊന്നും എതിർത്തൊന്നും പറയണ്ട. അവരുടെ കാവ്, അവരുടെ പൂരം അവർ തല്ലി തീർക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് കേട്ടുപോവാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് ചൊല്ലേണ്ടതുണ്ടോ, അവർ മുസ്ലിമാണോ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. അതായത് വൈകാരികമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കേൾക്കുന്നു. ഇതൊരു വൈകാരിക പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് വൈകാരിക പ്രശ്നമാകുന്നത്? മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് നബിയുടെ വാപ്പാനെയും ഉമ്മാനെയും കുറിച്ച് നരകത്തിലാണെന്നും കാഫിറാണെന്നും മുശ്രിക്കാണെന്നും പറയുന്നത് മാനസിക വേദന ഉണ്ടാക്കും. വിശ്വാസികളിൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. സത്യസന്ധരായിട്ട് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്ന, മറ്റെല്ലാത്തിനേക്കാളും മുഹമ്മദ് നബിയെ ഇഷ്ടം വെക്കുന്ന, പ്രിയം വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ മുഹമ്മദ് നബിക്ക് ജന്മം കൊടുത്ത മാതാവ്, മറ്റെല്ലാവരുടെയും സ്വർഗം മാതാവിന്റെ കാൽ കീഴിലാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി, അദ്ദേഹത്തിന്റെ മാതാവ് നരകത്തിലാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന മുസ്ലിങ്ങളുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇത് വൈകാരിക പ്രശ്നമാണ് എന്ന് റഫീഖ് സലഫി തിരിച്ചറിയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യം വിശ്വാസികളെ വൈകാരികമായിട്ട് ഇങ്ങനെ വല്ലാതെ പ്രശ്നമാക്കി കഴിഞ്ഞാൽ, അവരതിൽ വല്ലതും ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഖദർ കളയനെ കുറിച്ച് പറയുന്ന പോലെ ആയി പോകും, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടരുത് എന്ന് മതപ്രബോധകർ മുൻകരുതലെടുക്കുന്ന ഒരു വിഷയമാണ് അബ്ദുള്ള യാമിനി മുസ്ലിമാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കണം. എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസികൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ലാത്തതാണ് എന്ന് റഫീഖ് സലഫിക്ക് അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് ഞാനിത് പറയുന്നു, വിശ്വാസികൾ ഇത് തീർച്ചയായിട്ടും കേൾക്കണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ മുത്തുനബിക്ക് ജന്മം കൊടുത്ത അവരുടെ മാതാപിതാക്കൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ? നരകത്തിലാണെങ്കിൽ എന്തുകൊണ്ട്? അവരെന്ത് തെറ്റ് ചെയ്തു? മുഹമ്മദ് നബി എന്ന ഒരു പുത്രനെ ജനിപ്പിച്ചു എന്നതാണോ അവർ ചെയ്ത തെറ്റ്? അബ്ദുള്ള ആമിനെ വിവാഹം കഴിച്ചത്, അവർ ഒരുമിച്ച് ജീവിച്ചത് എത്ര ദിവസമാണ്? കണക്കുണ്ട്, ചരിത്രമുണ്ട്. അതെന്ത് കല്യാണമായിരുന്നു എന്നും മുഹമ്മദ് നബിയെ അബ്ദുള്ള ആമിനെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ആദ്യത്തെ 2-3 ദിവസം എവിടെയാണ് താമസിച്ചിരുന്നത്? ഇതൊക്കെ തെളിവുള്ളതാണ്. തെളിവ് മീൻസ് നിങ്ങളെ കിതാബിലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഈ 3 ദിവസം ഒരുമിച്ച് താമസിക്കുകയും 3 മാസത്തിനകം ഗർഭം ധരിക്കുകയും അതിനുശേഷം ഇദ്ദേഹം മരണപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് ഈ ഒരു തെറ്റല്ലാത്ത എന്ത് തെറ്റിന്റെ പേരിലാണ് അള്ളാഹ് ഇവരെ പിടിച്ച് നരകത്തിലിടുന്നത് എന്ന് നിങ്ങൾ ഉസ്താദ്മാരോട് ചോദിക്കണം. അത് ചോദിക്കണം. അപ്പൊ അതാണ് ഇത് വൈകാരിക പ്രശ്നമാണെന്ന് റഫീഖ് സലഫി മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ റഫീഖ് സലഫിയും കൂട്ടരും സാധാരണഗതിയിൽ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും മറുപടി പറയാറില്ല, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. എന്തിനാ വെറുതെ വയ്യാവേലി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഉണ്ടായിരിക്കുന്നത്. ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പലരും അതിന്റെ ലിങ്ക് അയച്ചു തന്ന് എന്നോട് ചോദിച്ചു, ഈ വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത്, ഈ പറയുന്നത് ശരിയാണോ, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പല ആളുകളും അതിനെ സംബന്ധിച്ച് സംശയം ചോദിച്ചതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്താണ്, അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്ത്, പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വിഷയം പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെ സാബി ഇൻസ്പയേഴ്സിൽ നിന്ന് ഈ വീഡിയോ കണ്ട വിശ്വാസി സമൂഹത്തിൽപ്പെടുന്ന വലിയൊരു വിഭാഗം മനുഷ്യർക്ക് ഒരു മുസ്ലിമാണോ അല്ലേ എന്നുള്ള തർക്കമുണ്ടോ, ഒരു മുസ്ലിം തന്നെയാണോ, റളിയല്ലാഹു അൻഹു ചെല്ലാൻ പറ്റുമോ ഇല്ലെന്ന് സാബി ചോദിച്ചോടുകൂടി അങ്ങനെ ഒരു തർക്കമുണ്ടോ, ചെല്ലാൻ പറ്റുമോ, നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലല്ലോ എന്ന അവസ്ഥയിലാണ് വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ റഫീഖ് സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് മെസ്സേജോട് മെസ്സേജാണ്, ലിങ്ക് അയച്ചു കൊടുക്കുന്നത്. ഉസ്താദ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം, നിങ്ങൾ പറഞ്ഞു തരണം, ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ്, കിതാബിൽ എന്താ ഉള്ളത് എന്ന് അറിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ?
ഇതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് വലിയ ധാരണയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാബി പറഞ്ഞത് ആളുകൾക്ക് അറിയാത്ത കുറേ കാര്യം, പുതിയ അറിവ് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ കാര്യങ്ങൾ ചോദിക്കുന്നു എന്ന് സാബി പറയുന്നത് ഇവിടെ പ്രസക്തമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് മറുപടി പറയേണ്ടുന്ന നിർബന്ധിത സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും സാധാരണഗതിയിൽ ഇവർ മറുപടി പറയാറില്ല എന്ന്, ഇത്തരം കാര്യങ്ങൾ സലഫികൾ സംസാരിക്കാറില്ല എന്ന് റഫീഖ് സലഫിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേട്ടു. തുടക്കത്തിൽ തന്നെ പറയാനുള്ള ഒരു കാര്യം, ഇത് ഒരു വൈകാരികമായ വിഷയമാണ്, ആറ്റിഫിയായ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സലഫികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ഒരു പ്രബോധന വിഷയമായി സലഫികൾ കൊണ്ട് നടക്കാറില്ല. ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് പറയാറുമില്ല. അതെ, ഓൾക്ക് ബോധമുണ്ട്. കാരണം ഇസ്ലാമിലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാട്ടുകാരോട് പറയാം, എന്തൊക്കെ പറയാൻ പറ്റില്ല എന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തെക്കിനിയിൽ പൂട്ടിയിടേണ്ട എല്ലാ സംഭവങ്ങളും തെക്കിനിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇതേപോലത്തെ ഗംഗമാരി കയറി വന്ന് തെക്കിനി തുറക്കുന്നതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വിശ്വാസികൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, വിശ്വാസികൾ അറിയേണ്ടതില്ല എന്നിവർ വിചാരിക്കുന്ന, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത് എന്നിവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുവെ സലഫികളൊന്നും പറയാറില്ല. എന്തിനാ വെറുതെ? പക്ഷേ വഹാബികളെ കുറിച്ച് പറഞ്ഞാൽ, സലഫികളെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. അപ്പൊ നബിന്റെ ഉമ്മ വാപ്പ എന്നൊന്നും ആലോചിച്ചിരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അപ്പൊ പിന്നെ അള്ളാന്റെ ദീന അള്ള നോക്കിക്കോന്നും പറഞ്ഞ് സലഫിസത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി റഫീഖ് സലഫിക്ക് ഇറങ്ങേണ്ടി വരും. ആ ഗതികേടിലാണ് ഈ വീഡിയോ ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം പറയും. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, അതല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ വീഡിയോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് ആമിന, അവർ മുസ്ലിമായിരുന്നു. അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ അഥവാ തെർലിയത്ത് ചൊല്ലണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. എന്നാൽ അതിന് എതിര് പറയുന്നവരാണ് ഇവിടെയുള്ള വഹാബികൾ, അതല്ലെങ്കിൽ സലഫികൾ എന്ന നിലക്ക് സാധാരണക്കാരായ ആളുകളെ, പ്രമാണങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളെ, വെറും വൈകാരിക തലത്തിൽ മാത്രം ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ആ മുസ്ലിയാർ അതിൽ നടത്തിയിട്ടുള്ളത്. എന്താണ് റഫീഖ് സലഫി വൈകാരികമായിട്ട് മാത്രം ചിന്തിക്കുന്ന മുസ്ലിങ്ങളോ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം വികാരപരമായിട്ടുള്ള ഒരു സമീപനമാണോ? ഒരു മുഹമ്മദിന്റെ ഫാൻ ക്ലബാണോ? അല്ലേ? ആണെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. അതേസമയത്ത് വഹാബികളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളി, സലഫികളെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊണ്ടു. അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, നബിന്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായാലും കുഴപ്പമില്ല, വിശ്വാസികളുടെ ഈമാൻ ഫസാദായാലും കുഴപ്പമില്ല, നമുക്ക് സലഫികളെ പറഞ്ഞു മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. റഫീഖ് സലഫി അരയും തലയും മുറുക്കി കച്ചകെട്ടി ഇറങ്ങി. എന്താ പിടിച്ചോ തെളിവ്? സാധാരണക്കാരനായ ഒരാൾ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ നരകത്തിലാണ് എന്നാണ് സലഫികൾ പറയുന്നത്, തെർലിയത്ത് ചൊല്ലാൻ പാടില്ല എന്നിങ്ങനെയുള്ള സംഗതികളൊക്കെ കേൾക്കുമ്പോൾ അവർ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. നിർബന്ധിതമായ ഒരു അവസ്ഥയിൽ അതിന്റെ ഇസ്ലാമികമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വേറെ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്, നിങ്ങൾ മാമനോടൊന്നും തോന്നരുത് എന്നാണ് റഫീഖ് സലഫി പറഞ്ഞത്. അപ്പൊ സാബി മനസ്സിലാക്കേണ്ടത് ഉസ്താദ്മാർക്ക് അറിയാത്തത് കൊണ്ടല്ല, വേണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സാബി ഇനിയും പോയി പലയിടത്തും പോയി പല മൂല്യന്മാരെ വായിൽ കൈയിട്ട് പലതും തോണ്ടി പുറത്തിട്ടാൽ അതൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സലഫികളെ തലയിൽ വെച്ചാൽ റഫീഖ് സലഫിക്ക് പ്രതികരിക്കേണ്ടി വരും. റഫീഖ് സലഫിക്ക് അവിടെ ഇസ്ലാമിന് എന്ത് പറ്റും, മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് എന്ത് പറ്റും എന്ന് ആലോചിക്കാൻ പറ്റില്ല. കാരണം ഇസ്ലാം തകർന്നാലും സലഫിസം നിലനിൽക്കണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് സലഫികളെ പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, ഒന്നും നോക്കണ്ട, അറ്റാക്ക്. ഇതാണ് പരിപാടി. അപ്പൊ ഇനി തെളിവുകളുടെ പെരുമഴയാണ് സുഹൃത്തുക്കളെ. ഹദീസുകൾക്ക് വിശദീകരണം നൽകിയ ഇമാം നവവി റഹ്മത്തുള്ളയുടെ വിശദീകരണ ഗ്രന്ഥമായ ഷർഹ് മുസ്ലിം 7ാം വാല്യമാണ് നിങ്ങൾ കാണുന്നത്, പേജ് 39ാമത്തെ പേജ്. അപ്പൊ ഇനി ഇമാം നവവിയുടെ കിതാബ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വഹാബികളുടെ തലയിൽ വെച്ച് ഊരാൻ പറ്റൂല. അതുകൊണ്ട് റഫീഖ് സലഫി വളരെ തന്ത്രപരമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഭിപ്രായം എന്ന രീതിയിൽ പറയുന്നത് വഹാബികളുടെ അഭിപ്രായം അതിന് വിരുദ്ധമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനൊക്കെ മറുമരുന്നായിട്ട് റഫീഖ് സലഫി ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ചുവട് വെക്കുകയാണ്. എന്താണ്? ഷാഫി മദ്ഹബിലെ പ്രബലനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള ഇമാം നവവിയുടെ തന്നെ കിതാബ് എടുത്തുകൊണ്ട് അദ്ദേഹം അതിന് മറുപടി പറയുമ്പോൾ ഇനി ഉസ്താദ്മാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇമാം നവവി പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം വഹാബികളുടെ മാത്രം തലയിലിട്ട് ഊരാൻ പറ്റൂല. നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഇസ്ലാമിലില്ല, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഇല്ലാത്തത് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആൻ എടുക്കും എന്നതുപോലെ വഹാബികളുടെ തലയിൽ വെച്ച് ഊരാൻ നോക്കിയാൽ വഹാബികൾ എന്ത് ചെയ്യും? സുന്നികളെ കിതാബ് എടുക്കും. അതല്ല അതിന്റെ ഒരു കാര്യം. ഇനി കേൾക്കാം നമുക്ക്. ഇമാം നവവി റഹ്മത്തുള്ളയെ സംബന്ധിച്ച് സമസ്തക്കാർക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്, 2ാം ശാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പൊ നിങ്ങൾക്ക് സംശയം വേണ്ട, വഹാബികളെ തലയിൽ വെക്കാൻ നോക്കല്ലേ ഉസ്താദെ, സുന്നികളാണ് നിങ്ങൾ, സുന്നികൾ കാരണം നിങ്ങൾ AP സുന്നികളാണോ എന്ന് വരെ സംശയമുണ്ട് ഉസ്താദിന്. അപ്പൊ എന്തായാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു. എന്തിനാണ് ഞാൻ അനുവാദം ചോദിച്ചത്? അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എന്റെ ഉമ്മക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു. അല്ലാഹുവേ, ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി, അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ എന്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടട്ടെ. അപ്പോഴെന്താണ് ഉണ്ടായത്? ഫലം യഅ്ദലി, എനിക്ക് അനുവാദം തന്നില്ല. നബിയെ, നിങ്ങൾ ഉമ്മക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തരുത് എന്നാണ് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത്.
ആഹാ, എന്ത് മാന്യമായ അള്ളാഹ്, എന്ത് കാരുണ്യവാനായ പഠിച്ചോൻ അല്ലേ. മുഹമ്മദ് നബിക്ക് ജന്മം നൽകിയ മാതാവിന് വേണ്ടി അവരുടെ കാലത്ത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ പഠിച്ചോനെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വേണ്ട, ഒരു കാഫിറാണ്, ഒരു മുശരിക്കാണ് എന്ന് പറഞ്ഞ കാരുണ്യവാനായ അള്ളാഹു. ഇതേ അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് മാതാവിന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം. അപ്പൊ മുഹമ്മദ് നബിയുടെ മാതാവോ? ഞാൻ ഇതാ ചോദിക്കുന്നത്, മുഹമ്മദ് നബി എന്ന ഒരു വ്യക്തിയെ പ്രസവിച്ചു എന്നതല്ലാത്ത എന്ത് തെറ്റാണ് ആമിന ചെയ്തത്? ഉസ്താദ്മാര് പറഞ്ഞാലേ, സലഫികൾ പറഞ്ഞാലും മതി, ആരെ കിതാബായാലും നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, സ്വന്തം മാതാവിന് വേണ്ടി ദൈവവിശ്വാസിയായ ഒരു വ്യക്തി മരണപ്പെട്ടു പോയ, തൻ്റെ ബാല്യത്തിൽ മരണപ്പെട്ടു പോയ തൻ്റെ മാതാവിന് വേണ്ടി ദൈവത്തോട് പാപമോചനം തേടുക എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിനെ നിരോധിച്ച, അതിന് അനുവാദം നിഷേധിച്ച ദൈവം എങ്ങനെയാണ് കാരുണ്യവാനാവുക? അള്ള പുറത്തു കൊടുക്കോ ഇല്ലേ, അവരെ നരകത്തിലിടുവോ സ്വർഗത്തിലിടുവോ, അത് പടച്ചവന് വിട്ടുകൊടുക്ക്, പടച്ചവന് ഇഷ്ടമല്ല ചെയ്യാലോ. പക്ഷെ ഒരു മകൻ എന്ന നിലക്ക് മാതാവിനോടുള്ള സ്നേഹം, മാതാവിനോടുള്ള ബഹുമാനം, മാതാവിനോട് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയ മാതാവിൻ്റെ ഓർമ്മ, അതിനു മുമ്പിൽ ജീവിച്ചിരിക്കുന്ന മകന്, പ്രത്യേകിച്ച് ദൈവവിശ്വാസിയായ മകന് ചെയ്യാവുന്ന ഏക കാര്യമായിട്ടുള്ള പ്രാർത്ഥന മുഹമ്മദ് നബിയോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ദൈവം എങ്ങനെയാണ് കാരുണ്യവാനാവുക? ഇതാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതേ മാതാവിനെ മുഹമ്മദ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ജിബ്രീലിനെ പറഞ്ഞയച്ച് സ്വപ്നം കാണിച്ചതും, ഇബ്രാഹിം നബിനെ പറഞ്ഞയച്ച് സ്വപ്നം കാണിച്ചതും, മുഹമ്മദ് നബി ദാ പ്രവാചകനാവാൻ പോവുകയാണ് എന്ന് സ്വപ്നം കാണിച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ അള്ളാഹ് മുഹമ്മദിനോട് മാതാവിന് വേണ്ടി പൊറുക്കലിനെ തേടരുത് എന്ന നിർദ്ദേശം കൊടുക്കുന്നതും ഈ കഥകളും എങ്ങനെ ഇത് രണ്ടും ഒരേ സമയം നിങ്ങൾക്ക് പറയാൻ കഴിയുക? വിശ്വാസികൾ ഉസ്താദുമാരെ കണ്ടു ഒന്നുകൂടി ചോദിക്കണം. ഇതിനപ്പുറത്തേക്ക് ആമിന മുസ്ലിമാണോ കാഫിറാണോ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലാമോ എന്നതിനപ്പുറത്തേക്ക് ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം എത്ര സങ്കുചിതമായിട്ടുള്ള ഒരു അടഞ്ഞ മനോഗതിയാണ്, എത്ര റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ ഇതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ജന്മം കൊടുത്ത മാതാവിന് വേണ്ടി വിശ്വാസിയായ മകൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അനുവാദം നിഷേധിക്കുക എന്ന് പറയുന്നതിൽ പരം ക്രൂരത ഒരു ദൈവത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുക? ബാക്കിയൊക്കെ നിങ്ങൾ വിട്ടാളി, ഇത് വിശ്വാസികൾ ആലോചിക്കാം. ഈ ദൈവത്തിന് എങ്ങനെയാണ് കാരുണ്യവാൻ എന്ന് വിളിക്കുക? ഞാൻ പറഞ്ഞ പോയിന്റ് വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. ഇനി അടുത്തത് തെളിവുകളാണ്. ഇപ്പൊ ഇവിടെ റഫീഖ് സലഫി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഉസ്താദ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആമിന ബീവി മുസ്ലിം ഒന്നുമല്ല, റളിയല്ലാഹു അൻഹു ചെല്ലാനും പാടില്ല, അത് കാഫിറാണ്, കാഫിറുകൾ നരകത്തിലാണ്, അബ്ദുള്ള നരകത്തിലാണ്, ആമിന നരകത്തിലാണ്. അത് സലഫികൾ പറയുന്നു എന്ന അവരുടെ ആക്ഷേപത്തിന് മറുപടിയാണ്. അത് സലഫികളുടെ ആക്ഷേപമല്ല, സുന്നികളുടെ അഭിപ്രായം അതാണ്. ഇസ്ലാമിക ലോകത്ത് പൊതുവെ ഇജ്മാഉള്ള കാര്യം അബ്ദുള്ളയും ആമിനയും നരകത്തിലാണ്, കാഫിറുകളാണ്, അവർ നരകത്തിലെ കാഫിറുകളാണ് എന്നതാണ്. ഇതാണ് ഇവിടെ റഫീഖ് സലഫീനി സ്ഥാപിക്കാൻ പോകുന്നത്. ഈ നോക്കൂ നിങ്ങൾ, ഞാൻ എന്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു, എന്ത് അനുവാദം ചോദിച്ചു, ഞാൻ എന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കട്ടെയോ എന്ന്. അപ്പോൾ ഫഅദിനലി, എനിക്ക് അനുവാദം തന്നു. അപ്പൊ ഖബർ സന്ദർശിക്കാൻ അനുവാദം തരികയും പാപമോചന പ്രാർത്ഥന നടത്താൻ എനിക്ക് അനുവാദം തരാതിരിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഖബറിന്റെ അവിടേക്ക് വെറുതെ ഒന്ന് പോയിട്ട് വന്നോ, പക്ഷെ പ്രാർത്ഥിക്കൊന്നും ചെയ്യരുത് എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ അള്ളാഹിനോട് മുഹമ്മദ് നബി ചോദിക്കണം, അല്ല പഠിച്ചോനെ, എന്റെ ഉമ്മയല്ലേ 6 വയസ്സ് വരെ എന്റെ വാപ്പ ഇല്ലാത്ത സമയത്ത് എന്റെ വാപ്പ മരണപ്പെട്ടു പോയി, വളരെ കഷ്ടപ്പെട്ട് എന്നെ നോക്കി വളർത്തി മരണപ്പെട്ടു പോയി, എനിക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തന്ന എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതകാലത്ത് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൊറുക്കലിനെ തേടിക്കോട്ടെ പഠിച്ചോനെ എന്നാണ് ചോദിക്കുന്നത്. അവൻ വേണ്ട വേണ്ട, അപ്പൊ പ്രാർത്ഥിക്കാൻ പാടില്ല, എന്നാൽ ഞാൻ ആ ഖബർ വരെ ഒന്ന് പൊയ്ക്കോട്ടെ. പോയിക്കോ, ഇത് പഠിച്ചോനാണ് പറയണതെന്ന് ആലോചിക്കണം. ഖബറിനെ കൂടെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് പോര്, അവിടെ ഒന്ന് പ്രാർത്ഥിക്കൊന്നും ചെയ്യരുത് എന്നാണ് അള്ളാഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിവേ, അടുത്ത പോയിന്റ്. ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി വിശദീകരണം നൽകുകയാണ്. ഫീഹി ജവാസു സിയാറത്തിൽ മുശ്രിക്കീന ഫിൽ ഹയാത്തി വഖുബൂരിഹിം ബഅദൽ വഫാത്തി. ബഹുദൈവ വിശ്വാസികളുടെ ഹയാത്തിൽ, അവരുടെ ജീവിതകാലത്ത് അവരെ പോയി സന്ദർശിക്കൽ അനുവദനീയമാണ്. വഖുബൂരിഹിം ബഅദൽ വഫാത്തി, അവർ വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ ഖബർ സന്ദർശിക്കലും അനുവദിക്കപ്പെട്ടതാണ്. അപ്പൊ ഇമാം നവവി റഹ്മഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത്. സൂചനയല്ല, വ്യക്തത തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതന്നെ. അപ്പൊ സൂചന എന്നല്ല, സൂചന കണ്ടു പഠിക്കാൻ നിൽക്കണ്ട, ഇത് വ്യക്തമായ തെളിവാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവരാണ്. മുശ്രിക്കീങ്ങളിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ നരകത്തിലാണെന്ന് വേറെ പറയണ്ട. നമ്മൾ സംസാരിക്കുന്ന വീഡിയോ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഷിർക്ക് മാത്രം അള്ളാഹ് പൊറുക്കൂല. അതുകൊണ്ട് മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളാണ് പറഞ്ഞാൽ നരകത്തിലാണ്, അതിൽ സംശയമൊന്നുമില്ല. കുഫറിനേക്കാളും വലിയ പ്രശ്നമാണ് ഷിർക്ക്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഷിർക്ക് അതിൽപ്പെട്ട ആളാണ് ആമിന ബീവി എന്ന കാര്യത്തിൽ ഇമാം നവവി വളരെ കൃത്യമായിട്ട് വിശദീകരണം പറയുന്നുണ്ട്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, കുഫാറുകൾക്ക് വേണ്ടി, ബഹുദൈവാരാധകർക്ക് വേണ്ടി, സത്യനിഷേധികൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് ലഭ്യമാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ആര് പറയുകയാണ്? ഇമാം നവവി റഹ്മഹുല്ലാ പറയുകയാണ്. അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മുസ്ലിമാണോ?
തെർലിയത്ത് ചൊല്ലേണ്ടതുണ്ടോ? എന്താണ് മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്? എന്ത് പ്രമാണമാണ് നിങ്ങൾ ഉദ്ധരിച്ചത്? ഇവിടെ ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താണ്? എന്ത് പ്രമാണാണ്, എന്ത് രേഖയാണ് കയ്യിലുള്ളത് എന്നാണ് റഫീഖ് സലഫി ചോദിക്കുന്നത്. അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം ഉസ്താദെ. സാബി ഉസ്താദിനെ വിളിച്ച് രേഖ പുറത്തുവിടാൻ പറയണം. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞത് എന്നതിന് തെളിവ് വേണം. അല്ലെങ്കിൽ റഫീഖ് സലഫി സമ്മതിക്കൂല. ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സലഫികളുടെ തലയിൽ ഇടാൻ നോക്കണോ? അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീത്താണത്. ആ ഹദീത്ത് കൊടുക്കുന്നത് ഒരു അധ്യായത്തിന്റെ താഴെയാണ്. ഏതാണ് ആ അധ്യായം? നിങ്ങൾക്ക് കാണാം. ബാബു ബയാനി അന്നമൻ മാത അലൽ കുഫ്രി ഫഹുവ ഫിന്നാർ വലാ തനാലുഹു ശഫാഅത്തുൻ വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. എന്താണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അവിടെ കൊടുക്കുന്ന അധ്യായം? കുഫ്റിൽ മരണപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ബാബ്. അവർ നരകത്തിലാണ്. അടുത്ത ബന്ധുക്കളുടെ യാതൊരു ഉപകാരവും അവർക്ക് ഉപകരിക്കുന്നതല്ല, അവർക്ക് ഒരു ശുപാർശയും ലഭിക്കുന്നതല്ല. അതാണ് കുഫ്റിലായിട്ട് മരണപ്പെട്ടോ ഓർക്ക് ശുപാർശയില്ല, ഓല ബന്ധുക്കൾ ഉപകാരപ്പെടൂല, ഒരു നരകത്തിലാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഏത് മുത്തുനബിന്റെ വാപ്പയായിട്ടും ഒരു കാര്യമില്ല എന്ന് ഞാൻ വെറുതെ പറയുന്നല്ല, ഉസ്താദ് പറഞ്ഞത് കേട്ടോളി. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് അയ്ന അബി ഖാല ഫിന്നാർ. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ എന്റെ പിതാവ് എവിടെയാണ് നബിയെ, സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഫിന്നാർ, നരകത്തിലാണ്. അങ്ങനെ അയാൾ തിരിഞ്ഞുപോയി, മടങ്ങിപ്പോയി. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, എന്റെ വാപ്പ മുസ്ലിം ആവാതെ മരണപ്പെട്ടു പോയി നബിയെ, അപ്പോ എന്റെ വാപ്പ എവിടെയായിരിക്കും? നരകത്തിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, അയാൾ തിരിച്ചുപോയി. അപ്പൊ മുഹമ്മദ് നബിക്ക് തോന്നി അങ്ങനെ പോയാൽ ചിലപ്പോൾ പ്രശ്നമാവും, കാരണം വാപ്പ മരിച്ച വിഷമത്തിലൊക്കെ നിൽക്കുകയാണെങ്കിലോ. അതുകൊണ്ട് വിളിച്ചു, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, എന്റെ വാപ്പ മാത്രമല്ല എന്റെ വാപ്പി നരകത്തിലാണ്, പണക്കൊരു സമാധാനമായില്ലേ എന്ന് ചോദിച്ചു. മുഹമ്മദ് നബിന്റെ ഒരു കരുതലുകളാണ് മനസ്സിലാക്കണം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന അബീ വ അബാക ഫിന്നാർ. എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണ്, എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. ആര് പറയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്റെ ഉപ്പ എന്നാ പറഞ്ഞത്. എന്റെ ഉപ്പ നരകത്തിലാണ്, നിന്റെ ഉപ്പയും നരകത്തിലാണ്. ഇതെവിടെയുള്ളത്? ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. അനസ് റളിയല്ലാഹു അൻഹു ആണ് റാവി. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അതിന് വിശദീകരണം നൽകുകയാണ്. കുടുങ്ങിയല്ല സാബിയെ, ഉസ്താദും കുടുങ്ങിയും കുടുങ്ങി. എന്താ ഉപ്പയെ സംബന്ധിച്ച് പറയുന്ന ഹദീത്തിന്റെ താഴെയാണ് ചർച്ച. അതെ, കുഫ്റിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നരകത്തിലാണ്. ആരെ സംബന്ധിച്ചാണ് പറയുന്നത്? മുസ്ലിയാരെ നിങ്ങൾ പറയണം. വലാ തൻഫഉഹു ഖറാബത്തുൽ മുഖറബീൻ. പറയണം സാബി ഉസ്താദെ. ആരെ കുറിച്ചാണ് പറയുന്നത്? നബിന്റെ പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. കുഫറിൽ മരിച്ചോ നരകത്തിലാണ്. അത് നബിന്റെ വാപ്പയായിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല. പൊന്നാര നബിയെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ ചർച്ചയിൽ കുഫ്റിൽ മരണപ്പെട്ടവർ നരകത്തിലാണ് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറയാണ്. അപ്പൊ ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മുഹമ്മദ് നബിന്റെ വാപ്പയും ഉമ്മയും മുസ്ലിങ്ങളല്ല, ഒരു നരകത്തിലെ കാഫിറുകളാണ് എന്ന് മനസ്സിലായി. അപ്പോ ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് വഹാബികളുടെ തലയിലിട്ടുകൊണ്ട് വഹാബികളൊക്കെ നബിന്റെ ഉമ്മാനെ കാഫിറാക്കണവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പൊതുവായിട്ടുള്ള നിരീക്ഷണം, ഇജ്മാ, പണ്ഡിതന്മാർക്ക് ഇടയിൽ ഏകോപിച്ച അഭിപ്രായമുള്ള വിഷയത്തിൽ ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് രക്ഷപ്പെടാൻ നോക്കണ്ട സാബിയെ, ഉസ്താദ് അങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ് എന്ത്? ആമിന ബീവിയും അബ്ദുള്ളയും നരകത്തിലെ കാഫിറുകളാണ്. എന്നിട്ട് പറയുന്നു ഇതൊക്കെ സലഫികളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, സലഫികളാണ് ഇതൊക്കെ പറയുന്നത്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഇതിനെ തള്ളാനും നിഷേധിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് മാത്രവുമല്ല, വെറുതെ സലഫികളെ നെഞ്ചത്തേറുക, വഹാബികൾ നെഞ്ചത്തേറുക. വിശ്വാസികളെ തെറ്റിദ്ധരിക്കൂലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്, പിന്നെന്തിനാണ് നിങ്ങൾ ഞങ്ങളെ മാത്രം കുറ്റം പറയുന്നത് എന്നാണ് സലഫിയുടെ വിലാപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ കുഫ്റിലാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇത്തിഫാഖുണ്ട്. അതുകൊണ്ട് തന്നെ ഇജ്മാ ഉള്ള കാര്യമാണ് എന്ന് ആര് പറയാണ്? മുല്ല അലി ഖാരി പറയാണ്. മിൻ ഗൈരി ഇൽഹാരി ഖിലാഫിൻ മിൻ ഗൈരി ഇൽഹാരി ഖിലാഫിൻ ലിമാ ഹുനാലിക്. അവിടെ യാതൊരു ഖിലാഫും രേഖപ്പെടുത്താതെ തന്നെ. അപ്പോ അപ്പൊ എന്ത് മനസ്സിലായി? മുൻഗാമികൾക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. അല്ല എന്ന് തെളിയിക്കാൻ തെളിവുണ്ടെങ്കിൽ രേഖ പുറത്തുവിടാൻ റഫീഖ് സലഫി വെല്ലുവിളിക്കുകയാണ്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ഇവർ തമ്മിൽ അടികൂടി നബിന്റെ വാപ്പിയും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തല്ലുവിടുന്ന നേരം കൊണ്ട് നിങ്ങൾ എന്താണ് ഈ അള്ളാഹുവിന്റെ കോണം, എന്താണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ നിലപാട് എന്തായിരുന്നു എന്നും അതൊക്കെ എങ്ങനെയാണ് കാരുണ്യമാകുന്നത് എന്നും അതല്ലെങ്കിൽ അബ്ദുള്ളയും ആമിനയും എന്ത് തെറ്റാണ് മുഹമ്മദിന് ജന്മം കൊടുത്തു എന്നതല്ലാതെ ചെയ്തത് എന്നും നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മുസ്ലിമാണോ മുശ്രിക്കാണോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം, ഉസ്താദുമാരോട് ചോദിക്കണം. ഇനി എന്റെ ശ്രോതാക്കൾ പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മുസ്ലിമാണോ? അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ ചൊല്ലണോ? ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഈ മുസ്ലിയാർ വല്ല രേഖയും ഹാജരാക്കിയിട്ടുണ്ടോ? എന്തെങ്കിലും ഇതുവരെ നിങ്ങൾ അന്വേഷിച്ചതിൽ നിന്ന് ഗവേഷണം നടത്തിയിട്ട് വല്ല പഴമോ കുലയോ ഉണ്ടോ എന്നാണ് റഫീഖ് സലഫി ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ റഫീഖ് സലഫിയെ അറിയിക്കണം. അല്ലാതെ വെറുതെ വന്ന് സലഫികളുടെ നെഞ്ചത്ത് കയറിയാൽ ഇനിയും ഇതുപോലെയുള്ള മറുപടിയായിട്ട് റഫീഖ് സലഫി വരും. ഇമാം നബവിയുടെ കിതാബ് എടുത്ത് പുറത്തിടും. പിന്നെ തെളിയും വിളിയും കൂടിയിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം സലഫികൾ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പ്യൂർ ഇസ്ലാമാണ്.
നിങ്ങൾ വെറുതെ ഇമോഷണലായിട്ട് നബിൻ്റെ അമ്മയല്ലേ നബിൻ്റെ വാപ്പല്ലേ എന്ന് പൊതുവേ മനുഷ്യനുള്ള മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ നിങ്ങൾ മുഹമ്മദ് നബിൻ്റെ വാപ്പാക്കുമാക്കും കൊടുത്ത് ഓലും കൂടി ഞങ്ങൾ ആൾക്കാരാണെന്നൊക്കെ പറയുന്നത് പ്യുവർ ഇസ്ലാമിനെതിരാണ്. അതായത് കൃത്യമായിട്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ തൗഹീദിന് വിരുദ്ധമാണ്. അത് യഥാർത്ഥ അഖീദക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അത് സലഫികളുടെ തലയിൽ ഇടണ്ട. അത് ഇസ്ലാമിൻ്റെ പൊതു അഭിപ്രായമാണ്. ഇസ്ലാമിൻ്റെ തനിക്കുണം കാണണോ സലഫികളുടെ അടുത്ത് സമീപിക്കുക എന്നാണ് ആ കാര്യത്തിലൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പറയാൻ വെച്ച കാര്യം.